ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകുത്ത് വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ ഡെൽജോ ആണ് മരിച്ചത്. മാളബാറിലുണ്ടായ സംഘട്ടനത്തിൽ പരിക്കേറ്റവർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. കേസാകെ 7 ആളുടെ പേരിൽ. കാലടി പ്ലാന്റേഷൻ കല്ലാൽ എസ്റ്റേറ്റിൽ ആനയെ കാണാൻ എത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. യാത്രക്കാരായ ജോയി, ബേസിൽ, ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടം. സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകുത്ത് വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ ഡെൽജോ ആണ് മരിച്ചത്. കൂടപ്പുഴ കപ്പലയ്ക്ക് സമീപം ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. കൂടെ ഉണ്ടായിരുന്ന മിഥുനെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടപ്പുഴ വർക്ക്ഷോപ്പ് സെന്ററിൽ പ്രൈവറ്റ് ബസും ബൈക്കും തമ്മിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ പുളിയിലപ്പാറ വടക്കൻ അജി മകൻ 18 വയസ്സുള്ള ഡെൽജോ മരിച്ചു. കൂടെയുണ്ടായിരുന്ന വെറ്റിലപ്പാറ പുത്തൻ വീട്ടിൽ ലാലൻ മകൻ 17 വയസ്സുള്ള മിഥുൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 10:30 ചാലക്കുടി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കൾ കൂടപ്പുഴ പാലത്തിനപ്പുറത്ത് വെച്ച് മുൻപിൽ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഡെൽജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മീഡിയ ടൈം, ചാലക്കുടി. അപകടക്കെണിയായി ചാലക്കുടി കൂടപ്പുഴ വളവും വർക്ക്ഷോപ്പ് ജംഗ്ഷനും. തിരക്കേറിയ അതിരപ്പള്ളി റോഡിലെ കൂടപ്പുഴ വളവാണ് അപകടക്കെണിയായി മാറുന്നത്. അമിത വേഗതയിൽ ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചിരുന്നു. ബൈക്കിൽ ഒപ്പമുണ്ടായ യുവാവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ബസ്സിനെ മറികടക്കുന്നതിനിടയിലാണ് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. 1 മാസം മുമ്പ് ഈ ഭാഗത്ത് ബൈക്ക് യാത്രികനായ വ്യാപാരിയും ബൈക്ക് അപകടത്തിൽ മരിച്ചിരുന്നു. പ്രതിദിനം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. കൂടപ്പുഴ ഇറക്കത്തു നിന്നും അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. കൂടപ്പുഴ വളവിൽ എതിർദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയുന്നതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. വാഹനങ്ങളുടെ വേഗത നിയന്ത്രിച്ച് അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരു നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അതിരപ്പള്ളിയിലേക്കുള്ള സഞ്ചാരികളുടേതടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. മാളബാറിലുണ്ടായ സംഘട്ടനത്തിൽ പരിക്കേറ്റവർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. ബാറിനകത്ത് വെച്ച് ജീവനക്കാർക്കും മർദ്ദനമേറ്റതായുള്ള മാനേജറുടെ പരാതിയെ തുടർന്നാണ് 2 പേർക്കെതിരെ മാള പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ആകെ 7 ആളുടെ പേരിലാണ് കേസ്. തിരുവോണ ദിവസം വൈകിട്ട് 3:00ഓടെയാണ് സംഭവം. സോഡയ്ക്ക് തണുപ്പില്ലാത്തതിന്റെ പേരിൽ മദ്യപിക്കാനെത്തിയ 2 പേർ ബാറിലെ വെയിറ്റർ ജിജുവിനെ മുഖത്തടിക്കുകയായിരുന്നുവെന്നാണ് ബാർ മാനേജർ നൽകിയ പരാതിയിൽ പറയുന്നത്. മുഖത്തടിച്ച ശേഷം പുറത്തിറങ്ങിയവർ ലൈറ്റ് പൊട്ടിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ബാർ മാനേജർ മേലടൂർ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ പ്രദീപ് നൽകിയ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം ബാറിനകത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പിന്തുടർന്നെത്തിയ ജീവനക്കാർ ബാറിന് പുറത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ പരിക്കേറ്റ കുരുവലശ്ശേരി സ്വദേശി അനുരാഗ്, മൂന്നുമുറി സ്വദേശി സനീഷ് എന്നിവരുടെ പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതിയിൽ ബാർ ജീവനക്കാരായ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അനുരാഗിന് നെറ്റിയിൽ പരിക്കുണ്ട്. ബാർ ജീവനക്കാർ ഒരാളെ നിലത്തിട്ട് ചവിട്ടുകയും ക്രൂരമായി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ മീഡിയ ടൈം അടക്കമുള്ള മാധ്യമങ്ങളിൽ വാർത്ത ആയതിനെ തുടർന്ന് പരിക്കേറ്റവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ തിരിച്ചും പരാതി നൽകി ജീവനക്കാരെ സംരക്ഷിച്ചുകൊണ്ടാണ് ബാർ ഇപ്പോൾ അബ്കാരി ചട്ടം ലംഘിച്ച് പ്രവർത്തനം തുടരുന്നത്. ബാറിലെത്തുന്ന ഉപഭോക്താവിനോട് ക്രൂരമായ നടപടി സ്വീകരിച്ചിട്ടും എക്സൈസോ പോലീസോ അബ്കാരി ചട്ടലംഘനം നടത്തിയതിന് ബാറിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. മീഡിയ ടൈം, മാള. കാലടി പ്ലാന്റേഷൻ കല്ലാൽ എസ്റ്റേറ്റിൽ ആനയെ കാണാൻ എത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. ഞായറാഴ്ച രാത്രി കുളിരാൻ തോടിന് സമീപം വെച്ചാണ്
പൂതംകുറ്റി സ്വദേശികളുടെ വാഹനം കാട്ടാന ആക്രമിച്ചത്. യാത്രക്കാരായ ജോയി, ബേസിൽ, ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയെ കാണാൻ പ്ലാന്റേഷൻ വാച്ചറോടൊപ്പം രാത്രി 10 മണിയോടെയാണ് ഇവർ തോട്ടത്തിലെത്തിയത്. അയ്യമ്പുഴ ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ വരുന്ന വഴിയിൽ കുളിരാൻ തോടിന് സമീപം വെച്ച് ഇവർ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു. വളവിൽ നിൽക്കുകയായിരുന്ന ആനയെ കണ്ടു നിർത്തിയ വാഹനത്തിനു നേരെ പാഞ്ഞെടുത്ത ആന കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന് കൊമ്പുകൊണ്ട് മുൻ ഗ്ലാസിൽ കുത്തി. ഭയന്ന യാത്രക്കാർ ഒച്ച വെച്ചതിനെ തുടർന്ന് ആന പിൻവാങ്ങുകയും സമീപത്തായി നിലയുറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം RRT സംഘം ആനയെ കാട്ടിലേക്ക് തുരത്തിവിട്ടു. കാലടി പ്ലാന്റേഷനിലെ അയ്യമ്പുഴ മുതൽ ഏഴാറ്റുമുഖം വരെയുള്ള ചെക്ക് പോസ്റ്റിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ആനയെ കാണുന്നതിനായി ആളുകൾ എത്തുന്നത് പതിവാണ്. യാത്രക്കാരോട് വനപാതയിൽ ഇറങ്ങുകയോ വന്യജീവികളെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്ന് വനം വകുപ്പ് കർശന നിർദ്ദേശം കൊടുക്കാറുണ്ട്. എന്നാൽ ചില വിനോദസഞ്ചാരികൾ പലപ്പോഴും വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊന്നും മുഖവിലക്കെടുക്കാറില്ല. പലപ്പോഴും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു കാടിനകത്തേക്ക് കടന്നും ആനകളെ പ്രകോപിപ്പിച്ചും ഇവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇത്തരക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്നത് ഇവർക്ക് ശേഷം വരുന്ന യാത്രക്കാരോ സമീപവാസികളോ ആയിരിക്കും. നിങ്ങൾ ഒന്നോർക്കുക, നിങ്ങളുടെ ഇത്തരം പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയോ ഏതെങ്കിലും നിരപരാധിയുടെയോ ജീവനായിരിക്കും. മീഡിയ ടൈം, അങ്കമാലി. ഇനി നാട്ടിൽ നടന്നത്. ഇന്ന് വിശ്വകർമ്മ ജയന്തി ദിനം. നാടെങ്ങും വിശ്വകർമ്മജർ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. ഐരാണിക്കുളം തിരുമുക്കുളം വിശ്വകർമ്മ ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. ശാഖ പ്രസിഡന്റ് നോബിൾ പതാക ഉയർത്തി. ശാഖാംഗങ്ങൾ പങ്കെടുത്തു. അഷ്ടമിശ്ര വിശ്വകർമ്മ സമാജം വിശ്വകർമ്മ ജയന്തി ആഘോഷവും വാർഷിക പൊതുയോഗവും നടത്തി. PV അയ്യപ്പൻ അധ്യക്ഷനായ യോഗം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ആദരവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അനുമോദനവും നടത്തി. വാർഡ് മെമ്പർ ബിനിൽ, CG സന്തോഷ്, VB തിലകൻ, KM പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. മാള തൻകുളം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ മാള പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച ക്രോസ് കൺട്രി മത്സരം തൻകുളം ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് പൂക്കള മത്സരം, കലാകായിക മത്സരങ്ങൾ, വടംവലി മത്സരം എന്നിവയും നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ VR സുനിൽകുമാർ MLA, സംഗീത നാടക അക്കാദമി സംസ്ഥാന അവാർഡ് ജേതാവ് അനിൽ മാള, CA വിന്നർ സനുപ് നാരായണൻ എന്നിവരെ ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ സിബി ഫ്രാൻസിസ്, മാള മഹൽ ഗത്തീബ് സുബൈർ മന്നാനി, പ്ലാവൻമുറി ദയാനഗർ ദേവാലയ വികാരി ഫാദർ സാംസൺ എലവത്തിങ്കൽ, CS ഷൈജു, VN നിശാന്ത് എന്നിവർ സംസാരിച്ചു. ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ച് AIYF മാള മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ ചിപ്സ് ചലഞ്ച് നടത്തി. വയനാടിന് ഒരു കൈത്താങ് ചിപ്സ് ചലഞ്ചിൽ നിന്ന് ലഭിച്ച തുക മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, AIYF തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ പടിയൂരിന് കൈമാറി യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ AIYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AIYF തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ പടിയൂർ, മാള മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PS അഭിലാഷ്, ലിബിൻ പ്ലാക്കൽ, സൂർജിത്ത് KR, സിജു സുകുമാരൻ, MS അശ്വതി, BN മണി, അപ്പു ഉരുണ്ടോളി എന്നിവർ സംസാരിച്ചു. മാളപ്പള്ളിപ്പുറം ദാറുസലം മസ്ജിദ് മദ്രസയിൽ നബിദിനാഘോഷം നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും സർട്ടിഫിക്കറ്റ് വിതരണവും അന്നദാനവും നടന്നു. VM വീരസ പതാക ഉയർത്തി. ഖത്തീബ് അബ്ദുൽ മുത്തലിബ്, VM അലി, MK സാദിഖ്, MI മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 17ാം ബ്ലോക്കിൽ റോഡരികിൽ പുള്ളിപ്പുലി. തിരുവോണ ദിനത്തിൽ അതിരപ്പള്ളി കണ്ട് തിരികെ പോവുകയായിരുന്ന കാലടി സ്വദേശികളാണ് റോഡരികിലെ പാറയിൽ പുള്ളിപ്പുലിയെ കണ്ടത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പരിസരത്ത് വളർത്തുമൃഗങ്ങളെ പുലി വകവരുത്തുന്നത് പതിവാണ്. എന്നാൽ പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാലടി സ്വദേശികളാണ് വാഹനം നിർത്തി പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്.
ധർമ്മപുരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൊടിയൻ ബസാർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ടീം മഹാദേവയുടെ ഓണക്കളിയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. കാട്ടിൽ സദാശിവൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പരിപാടി ക്ലബ്ബ് പ്രസിഡന്റ് ജിബിൻ താനശ്ശേരി അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് 7ാം വാർഡ് മെമ്പർ ആശാലത സജീവൻ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. സന്ദീപ് മാത്തേലി, ഷിനോജ്, സംഗീത്, അതീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകുത്ത് വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ ഡെൽജോ ആണ് മരിച്ചത്. മാളബാറിലുണ്ടായ സംഘട്ടനത്തിൽ പരിക്കേറ്റവർക്കുമെതിരെ കേസെടുത്ത് പോലീസ്. കേസാകെ 7 ആളുടെ പേരിൽ. കാലടി പ്ലാന്റേഷൻ കല്ലാൽ എസ്റ്റേറ്റിൽ ആനയെ കാണാൻ എത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. യാത്രക്കാരായ ജോയി, ബേസിൽ, ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.